ഒരു ഭർത്താവ് കിടന്നുറങ്ങുന്നു. ഭാര്യ എഴുന്നേറ്റ് പോയി അടുക്കളയിൽ നിന്ന് ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഭർത്താവിന് സ്നേഹത്തോടെ കൊടുക്കുന്നു. ഭർത്താവിന് ചായ കുടിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നു പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് മാറിപ്പോയിട്ടത്. കണ്ണൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ, പാത്രം മാറിപ്പോയി, ഉപ്പാണ് ഇട്ടത്, ചായക്കകത്ത് ഉപ്പ്. ദേഷ്യം കൊണ്ട ഭർത്താവ് ഈ ചായക്കപ്പ് നേരെ ഭാര്യയുടെ മുഖത്തേക്ക് ഒരൊറ്റ വലിച്ചെറിയണം. ദേഷ്യമരിശം. എന്നിട്ട് ഇയാൾ മാറി 4 തെറിയും പറഞ്ഞിട്ട് പുതപ്പ് വലിച്ച് തലയിലിട്ട് വീണ്ടും കിടക്കുന്നു. പ്രശ്നം തീർന്നോ? ഇല്ല. ഏറ് കിട്ടിയ ഭാര്യ. ദേഷ്യവും സങ്കടവും അരിശവും പറ്റുന്ന ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഇനി എന്ത് ചെയ്യും? ഭർത്താവിനിട്ട് എന്തും ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചു കിട്ടും. പിന്നെ ഇത് ആർക്കിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യണ്ടേ? വിഷമം. നേരെ മുറിയുടെ പുറത്തോട്ടിറങ്ങി കല്ലുതുള്ളി നിൽക്കുമ്പോൾ ഈ സ്ത്രീ കാണുന്നത് മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവള്. രാവിലത്തെ സമയമാണ്. പഠിക്കുന്നു, ഉറങ്ങുന്നു, ഉറങ്ങുന്നു, പഠിക്കുന്നു. രാവിലെ അങ്ങനെയാണല്ലോ പല പഠനങ്ങളും. ഈ അമ്മ അങ്ങോട്ട് ചെന്നിട്ട് അവളുടെ തലമുടി കുത്തിന് പിടിച്ചൊരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞ് മര്യാദയ്ക്കിരുന്ന് പഠിക്കടി എന്ന് പറയും. ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞപ്പോ കലി കൊണ്ട ദേഷ്യം കൊണ്ട അമ്മയ്ക്കൊരാശ്വാസം. അമ്മ പോയി കുത്തുകൊണ്ട പെണ്ണിങ്ങനെ ഇരിക്കുക. വെറുതെ ഇരുന്ന് എന്റെ തലക്കിട്ട് എന്തിനായി കുത്ത് കിട്ടി? വെറുതെ ഇരുന്ന് എന്റെ തലക്കിട്ടൊരു കുത്ത് കിട്ടി. ഈ പെണ്ണുടനെ ചിന്തിക്കും, ഷെടാ ഇനി ഈ കുത്ത് ആർക്കിട്ടെങ്കിലും കൊടുക്കണമല്ലോ, വിഷമം കൊടുക്കണമല്ലോ. നോക്കുമ്പോഴത്തേക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുജൻ കട്ടിലേൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു. ഇവള് വയ്യ സാവധാനം കസേരയൊക്കെ മാറ്റി അങ്ങോട്ട് ചെന്നിട്ട് അവന്റെ പുതപ്പ് വലിച്ചു മാറ്റിയിട്ട് അവന്റെ തുടക്കിട്ടൊരൊറ്റടി. എഴുന്നേറ്റ് പോടാ ചെറുക്ക. ചെറുക്കൻ ഇങ്ങനെ എഴുന്നേറ്റ് കട്ടിലേ ഇരുന്നുകൊണ്ട് കണ്ണും തിരുമ്മി വെറുതെ കടന്ന് എനിക്കിട്ട് എന്തിനാണ് ദൈവമേ അടി കിട്ടിയത്? അടി കൊടുത്ത പെണ്ണ് തിരിച്ചുപോയി വീണ്ടും അതേ സ്ഥാനത്ത്. അടി കിട്ടിയ ആള് വെറുതെ ഇരിക്കുവോ? അവനിങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിക്കും, ഇതെന്തിനാ എനിക്കിട്ട് അടി കിട്ടിയത്? ഇനി എന്തെങ്കിലും ചെയ്യണമല്ലോ. അവൻ നോക്കുമ്പോൾ അവന്റെ പ്രിയപ്പെട്ട പട്ടി കട്ടിലിന് താഴെ ഇങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങുന്നു. ഇവൻ പയ്യെ ആ കട്ടിലിന് താഴത്തോട്ടിറങ്ങി. എന്നിട്ട് പട്ടിയുടെ വാലെ പിടിച്ചൊരൊറ്റ വലി എന്നും പറഞ്ഞുകൊണ്ട് പാട്ടി ഒരൊറ്റ ചാട്ടം. പട്ടി ചാടി പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് പൂച്ച മുമ്പിൽ ഇരിക്കുന്നു. പൂച്ച കാണുമ്പോൾ പട്ടി കുരച്ചോണ്ട് വരുന്ന അപകടം. പൂച്ച ഓടാൻ തുടങ്ങും. പൂച്ച ഓടി ഗേറ്റിന്റെ സൈഡിലോട്ട് ചെല്ലുമ്പോഴാണ് ഒരു എലി അതിൽ കൂടെ പോകുമ്പോൾ അപകടം. വരുന്ന പൂച്ച, അതിന്റെ പുറകെ പട്ടി. എലി ഓടാൻ തുടങ്ങും. ഈ എലി പോയിട്ട് അടുത്ത ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ചെന്ന് കയറും. നിങ്ങളൊന്ന് ചിന്തിച്ചേ. എലി, പൂച്ച, പട്ടി, 5ാം ക്ലാസ്, 10ാം ക്ലാസ്, ഭാര്യ, മൂടിപ്പൊതച്ച് കിടക്കുന്ന ഭർത്താവ്. എവിടും തുടങ്ങി ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലേക്കും വീട്ടിന്റെ അടുക്കളയിൽ തുടങ്ങുന്ന, കട്ടിലിൽ തുടങ്ങുന്ന, നിങ്ങളുടെ കുടുംബത്തിലെ ബെഡ്റൂമിൽ തുടങ്ങുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിഞ്ഞിട്ട് അത് വലിയ വലിയ ബോംബുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന, ഞാനും നീയും നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന സത്യം. ഇന്നലകളിൽ ഉണ്ടായ മുറിവ് അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും.